അമ്മയുടെ അർച്ചനമോളെ ഞാൻ കൊണ്ടുവരാം. ദേ ഇപ്പൊ ഈ മരുന്ന് കഴിച്ചേ. ഞാനല്ലേ പറയുന്നേ. നീ കള്ളം പറയാ. നീ എന്റെ മോളെ കൊണ്ടുവരത്തൊന്നുമില്ല. അല്ലമ്മേ, ഞാൻ കൊണ്ടുവരാം. ഇപ്പൊ ഈ മരുന്ന് കഴിക്കേ. സോറി. അവന്തിക്കെതിരെയുള്ള അവസാന പോരാട്ടം തുടങ്ങുകയാണ്. എന്തായാലും ആ മൂർത്തി സന്ദീപും പിടിയിലായല്ലോ. അവരെന്റെ മോളെ ഒരുപാട് ഉപദ്രവിച്ചു. അതൊന്നും സാരമില്ലമ്മേ. എന്റെ അച്ഛന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? കാഞ്ചനയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. അവരുടെ പിടിയിലായപ്പോഴും സമനില കൈവിടാതെ പെരുമാറിയതുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും നമുക്ക് പൂട്ടാൻ കഴിഞ്ഞത്. അവരുടെ അഡ്വക്കേറ്റ് റാംമോഹൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. പിന്നെ അവന്തിക്ക് നല്ല പിടിപാടുണ്ട്. എന്തു വില കൊടുത്തും റാംമോഹൻ അവർ ജാമ്യത്തിലിറക്കും. ഞാനൊരു പോലീസുകാരനാ. ഒന്നും കാണാതെ ഞാൻ മറ്റൊന്നും ചെയ്യില്ല. അവർക്ക് ജാമ്യം കിട്ടുമെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഏത് റാംമോഹൻ വന്നാലും അനിരുദ്ധന്റെ കേസിൽ നിന്നും അവന്തിയെ രക്ഷിക്കാൻ കഴിയില്ല. ആ കേസ് ഫ്രെയിം ചെയ്തതേ ഈ രാജീവ. ഒരു പഴുതുപോലും ബാക്കി വയ്ക്കാതെ തെളിവുകളെയും സാക്ഷികളെയും ഫോറൻസിക് റിപ്പോർട്ടിനെയും മറ്റ് സയന്റിഫിക് എവിഡൻസിനെയും കോർത്ത് വച്ചിട്ടുണ്ട് ഞാൻ. ഒന്നും കാണാതെ മുന്നോട്ട് പോകാൻ ഒരു കോടതിക്കും സാധിക്കില്ല. പക്ഷേ സുഗതൻ മേനോൻ, നിങ്ങളൊന്ന് സൂക്ഷിക്കണം. കാഞ്ചനയുടെ അമ്മയുടെ ജീവനേക്കാൾ ഇപ്പോ നിങ്ങളുടെ ജീവനാണ് അപകടത്തിൽ. എന്ത് വില കൊടുത്തും നിങ്ങളെ അവർ ഇല്ലാതാക്കാൻ നോക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. എനിക്കറിയാം സാർ, ഞാൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. സാറിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെയുള്ളപ്പോ ഞാനെന്തിനു പേടിക്കണം? അതുമാത്രമല്ല, അനിരുദ്ധന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നാണ് എന്റെ സന്തോഷം. കോടതി അവളെ ശിക്ഷിക്കുന്ന കണ്ടിട്ട് എനിക്ക് മരിച്ചാലും വേണ്ടില്ല സാർ. എന്തായാലും ഇനി അങ്ങോട്ട് അവന്തിക എന്ത് കളിയും കളിക്കും. എല്ലാവരും കരുതിയിരിക്കണം. കോടതിയിൽ നിന്ന് വിലങ്ങ് വെച്ച് അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നവരെ എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. ഇനി അങ്ങോട്ട് ജീവൻ മരണ പോരാട്ടമാ, കോടതിക്കകത്തും പുറത്തും. അത് ഓർമ്മ വേണം എല്ലാവർക്കും. എടോ, താമ്പി റെസ്റ്റ് എടുക്കേ, ഞാനിവിടെ ഇരുന്നോളാം. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നാളെ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ മോള് കണ്ണു തുറക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ല ഗോകുൽ. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്നാലും കുറച്ചേരം ഉറങ്ങിക്കൊടുത്ത് എനിക്ക്. കണ്ണടച്ചാലും
എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. രാത്രി ഉണർന്ന മോൾ എന്നെ അന്വേഷിക്കും. ആ സമയത്ത് എന്നെ കണ്ടില്ലെങ്കിൽ ഇവിടെ വല്ലാതെയാവും. ഈ ടാബ്ലറ്റ് കഴിക്ക്. വേണ്ട, എനിക്ക് എന്റെ മോള് തന്നാ മതി. അതെന്താ? ഇന്നലെ ഞാനല്ലേ തന്നെ, ഇന്ന് പിന്നെ കഴിച്ചാൽ എന്താ? ആര് പറഞ്ഞു? ഇന്നലെ രാത്രി എന്റെ അച്ഛമോള് വന്നില്ലായിരുന്നോ? അവള് പിന്നെ ഇതെവിടെ പോയി? ആന്റി, ഇന്നലെ ആരും വന്നില്ല. ഞാനും ആരതി ചേച്ചിയും കൂടിയാ ഇന്നലെ മരുന്ന് തന്നെ. ഏയ് അല്ല. എന്താ പിന്നെ മരുന്ന് കഴിക്കാൻ പ്രശ്നമായോ? ഇന്നലെ രാത്രി അർച്ചനേടത്തി വന്ന് മരുന്ന് കൊടുത്തു എന്ന് ആന്റി പറയുന്നേ. ഇപ്പൊ അർച്ചനേടത്തി മരുന്ന് കൊടുക്കണം പോലും. നിങ്ങളെല്ലാരും കൂടെ എന്റെ മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക? എന്റെ കൊച്ചെവിടെയാ? എനിക്ക് അവളെ ഇപ്പൊ കാണണം. അതിതാ അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. ദാ ഈ മരുന്ന് ആദ്യം കഴിക്കേ. അർച്ചന പിന്നീട് വരും. ഇല്ല, നിങ്ങൾ കള്ളം പറയാ. ഇന്നലെ രാത്രി അവള് ഇവിടെ വന്ന് എനിക്ക് മരുന്ന് തന്നതല്ലേ? നീ പോയി എന്റെ മോളെ കൊണ്ടുവാ. അവള് വന്നാലേ ഞാൻ മരുന്ന് കഴിക്കൂ. ഏട്ടാ, ആന്റി ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. സമയമെടുത്ത് സാവധാനം മാത്രമേ ഇത് മാറത്തോളന്നല്ലേ ഡോക്ടർ പറഞ്ഞേ. അമ്മ പഴയ മാനസികാവസ്ഥയിലെത്താൻ ഒരുപാട് സമയമെടുക്കും. അമ്മ വിഷമിക്കാതെ. അമ്മയുടെ അർച്ചന മോളെ ഞാൻ കൊണ്ടുവരാം. ദേ ഇപ്പൊ ഈ മരുന്ന് കഴിച്ചേ. ഞാനല്ലേ പറയുന്നേ. നീ കള്ളം പറയാ. നീ എന്റെ മോളെ കൊണ്ടുവരത്തൊന്നുമില്ല. അല്ലമ്മേ, ഞാൻ കൊണ്ടുവരാം. ഇപ്പൊ ഈ മരുന്ന് കഴിക്കേ. ദേ അമ്മ ഈ മരുന്ന് കഴിച്ചാ വേഗം പോയി അമ്മയുടെ അർച്ചന മോളെ ഞാൻ കൊണ്ടുവരും. കൊണ്ടുവരൂ? ഉറപ്പാണല്ലോ? ഉറപ്പ്. ദാ കഴിക്കേ. സാരല്ലമ്മേ. ഇപ്പൊ തന്നെ പോയി എന്റെ മോളെ കൊണ്ടുവരണേ. കൊണ്ടുവരാം. ഇനി അമ്മ കുറച്ചു നേരം കിടന്നോ. മോളെ